വെൽക്കം ടു PSC ബേസിക്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പ്രസ്താവന ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. അതിനകത്ത് ബയോളജിയിലെ 9ാം ക്ലാസ്സിലെ ആഹാരം അന്നപദത്തിൽ നിന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. സോ ബി കെയർഫുൾ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക. പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, സലൈവറി അമിലേസ്, ട്രിപ്സിൻ. ഇതിനകത്ത് ഏതാണ് ഒറ്റപ്പെട്ടത്? സലൈവറി അമിലേസ് ആണ്. മറ്റുള്ളവയെല്ലാം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികളാണ്. അപ്പോൾ പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, ട്രിപ്സിൻ, അമിലേസ്, ലിപ്പേസ്, ട്രിപ്സിൻ എന്നിവ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണ്. സലൈവറി അമിലേസ് സലൈവറി ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണ്. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക. ഉളിപ്പല്ല്, അഗ്രചർവണകം, ചർവണകം, ഡെൻഡൈൻ. ഇത് ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ ശ്രദ്ധിക്കുക. ഉളിപ്പല്ല്, അഗ്രചർവണകം, ചർവണകം, ഡെൻഡൈൻ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ആൻസർ ഡെൻഡൈൻ ആണ്. ഡെൻഡൈൻ ആണ് നമുക്കറിയാം പല്ലിന്റെ ആവരണമാണ്. പക്ഷേ ഉളിപ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിവ വിവിധ തരം പല്ലുകളാണ്. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക. അന്നനാളം, ശ്വാസനാളം, ആമാശയം, പക്വാശയം. ഏതാണ് ആൻസർ? അന്നനാളം ഉണ്ട്, ശ്വാസനാളം ഉണ്ട്, ആമാശയം ഉണ്ട്, പക്വാശയം ഉണ്ട്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ശ്വാസനാളമാണ്. കാരണം അന്നനാളവും ആമാശയവും പക്വാശയവും ഒക്കെ എന്താണ്? ദഹന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. പിത്തരസവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക. ഒന്നാമത്തെ പ്രസ്താവന, കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 2, രാസാഗ്നികൾ കാണപ്പെടുന്നു. ആമാശയത്തിലേക്ക് സ്രവിക്കപ്പെടുന്നു. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്നു. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതെന്ന് നോക്കാം. 1, 2 ആണോ എങ്കിൽ എ എഴുതുക. 1, 4 ആണെങ്കിൽ ബി എഴുതാം. സി ആണെങ്കിൽ 2, 4 ആണ്. ഡി ആണെങ്കിൽ 3, 4 ആണ്. അപ്പൊ അതിനകത്ത് ഏതാണ് ആൻസർ വരുന്നത്? നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 4ഉം ആണ്. കരളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രസമാണ് പിത്തരസം. ഇത് കൊഴുപ്പിനെ ചെറുകണികകളാക്കാൻ സഹായിക്കുന്നു. സഹായിക്കുന്നത് പിത്തരസമാണ്. പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടനങ്ങൾ ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിലെ വില്ലസുകളാണ്. വില്ലസിലെ രക്തലോമികകളിലേക്ക് ആഗിരണം ചെയ്യുന്ന ലഘുഘടകങ്ങൾ ഏതെല്ലാം? വില്ലസിലെ ലാക്റ്റിയയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ലഘുഘടകങ്ങൾ ഏതെല്ലാം? അപ്പോ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിലെ വില്ലസുകളാണ്. ഈ വില്ലസുകളിലെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ലഘുഘടകം ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവയാണ്. ഇനി വില്ലസിലുള്ള ലാക്റ്റിയയിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? വില്ലസിലെ തന്നെ ലാക്റ്റിയയിലേക്കാണ് പോകുന്നത്. ലാക്റ്റിയയിലേക്ക്. വില്ലസ് കാണപ്പെടുന്നത് എവിടെയാണ്? ചെറുകുടലിലാണ് കാണപ്പെടുന്നത്. പ്രസ്താവനകൾ വിലയിരുത്തി ന്യായീകരണം എഴുതുക. കറികളൊന്നും കൂടാതെ ചോറ് ചവച്ചരയ്ക്കുമ്പോൾ വായിൽ മധുരം അനുഭവപ്പെടുന്നു. നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് കൃത്യമായി പ്രവേശിക്കുന്നു. കാരണം എന്ത്? സലൈവറി അമിലേസ് അന്നജത്തെ ഗ്ലൂക്കോസും മാൾട്ടോസുമാക്കി ആറ്റുന്നു. ഏത്? നമ്മൾ കഴിക്കുന്ന ചോറെന്ന് പറയുമ്പോൾ അത് അന്നജമാണ്. ഇത് നമ്മുടെ സലൈവറി അമിലേസ്, അതായത് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഈ സലൈവറി അമിലേസും കൂടി ചേരുമ്പോൾ അന്നജത്തെ എന്തോന്നാക്കി മാറ്റും? ഗ്ലൂക്കോസും മാൾട്ടോസും ആക്കി മാറ്റും. അതുകൊണ്ടാണ് നമുക്ക് മധുരം അനുഭവപ്പെടുന്നത്. ഇനി നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് അന്നനാളത്തിലേക്ക് കൃത്യമായി പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? ക്ലോമപിധാനവും ചെറുനാവുമാണ്. നമ്മുടെ ചെറുനാവും ക്ലോമപിധാനവുമാണ് നമ്മുടെ ശ്വാസകോശം തൊട്ടടുത്തിരിക്കുകയാണ്. അവിടേക്ക് വിടാതെ അന്നനാളത്തിലേക്ക് കൃത്യമായി പ്രവേശിക്കുന്നത്. അടുത്തത്
എന്താണ് ചിത്രം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പദാർത്ഥ സംവഹന പ്രക്രിയ ഏതാണ്? അതായത് ജലതന്മാത്രകളുടെ ഗാഢത കൂടുതലുള്ള പ്രദേശത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് പോകുന്നു. അടുത്തത് ജലതന്മാത്രകളുടെ ഗാഢത തുല്യമാകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പദാർത്ഥ സംവഹന പ്രക്രിയ ഏതാണ്? ഓസ്മോസിസ് ആണ്. അതായത് ജലതന്മാത്രകളുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സംവഹനം ചെയ്യുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് ഡിഫ്യൂഷൻ എന്ന പ്രക്രിയയുമായുള്ള പ്രധാന വ്യത്യാസം എന്ത്? ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർത്ഥധാരി സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹത്തിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകളുടെ സംവഹനത്തിനെയാണ് ഡിഫ്യൂഷൻ എന്നും വിളിക്കുന്നത്. ജസ്റ്റ് ആ ഒരു അർത്ഥധാരി സ്തരത്തിലൂടെയുള്ള ജലതന്മാത്രകളുടെ പ്രവാഹമാണ് ഏത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അടുത്തത് പോഷക ഘടകങ്ങളും അവയുടെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു ഘടകങ്ങളും കാണിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കുക. ആദ്യം ഗ്ലൂക്കോസ് അവിടെ എന്തുണ്ടാകുന്നു? പോഷക ഘടകങ്ങളുണ്ട്. പോഷക ഘടകങ്ങൾ കൊഴുപ്പുണ്ട്, പിന്നെ പ്രോട്ടീൻ ഉണ്ട്, പിന്നെ എന്തുണ്ട്? പിന്നെ അമിനോ ആസിഡ് ഉണ്ട്. ഇതിനകത്ത് അമിനോ ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ഇതാക്കുന്നത്. അമിനോ ആസിഡിൻ്റെതായിട്ടാണ് ഗ്ലൂക്കോസ് കിട്ടുന്നത്. അടുത്ത പ്രോട്ടീൻ്റെ ഫലമായിട്ട് ഗ്ലിസറോൾ കിട്ടും. കൊഴുപ്പിലാണ് ഏതൊക്കെയുള്ളത്? അന്നജവും ഫാറ്റി ആസിഡുമാണ് കൊഴുപ്പ് വിഘടിക്കുന്നത്. അങ്ങനെ ഓരോ ലഘു ഘടകങ്ങളാകുന്ന ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ബോക്സിൽ നൽകിയിട്ടുള്ള വസ്തുക്കളെ മാതൃക പോലെ ജോഡികളാക്കുക. ഉമിനീർ, സലൈവറി അമിനേസ്. അപ്പൊ നമുക്ക് ഉപയോഗമുള്ളതാണ്, എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത്. ആമാശയരസം എന്താണ്? ആമാശയരസം പെപ്സിൻ ആണ്. ഉമിനീരിൽ വരുന്ന രാസാഗ്നിയാണ് സലൈവറി അമിനേസ്. ആമാശയരസമാണ് പെപ്സിൻ. ഏതാണ്? ആമാശയരസം എന്താണ്? പെപ്സിൻ ആണ്. ആഗ്നേയ രസമാണ് ട്രിപ്സിൻ. ഓക്കെ, ആമാശയരസം ഏതാണ്? പെപ്സിൻ ആണ്. ആഗ്നേയ രസമാണ് ട്രിപ്സിൻ. ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളുടെ പങ്ക് വ്യക്തമാക്കുന്ന പട്ടിക പുനഃക്രമീകരിക്കുക. പുനഃക്രമീകരിച്ച പട്ടിക നമുക്ക് നോക്കിയാൽ മതി. ആമാശയരസം പുറപ്പെടുവിക്കുന്ന 3 രാസാഗ്നികളാണ് പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഇതിനകത്ത് ഇത് രാസാഗ്നിയാണ്, മറ്റൊരെണ്ണം ഹൈഡ്രോക്ലോറിക് ആസിഡ്, പിന്നെ ശ്ലേഷ്മം. ഈ ആമാശയം പുറപ്പെടുവിക്കുന്ന രാസാഗ്നിയായ പെപ്സിൻ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് രസത്തിലുള്ള പെപ്സിൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് ചെയ്യും? ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയത്തെ സംരക്ഷിക്കും. ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും ആമാശയത്തെ സംരക്ഷിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ശ്ലേഷ്മം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. പ്രോട്ടീനെ ഭാഗികമായിട്ട് പ്ലെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ആമാശയരസമാണ് പെപ്സിൻ. പ്രസ്താവന വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കോശങ്ങളിലെ പദാർത്ഥ സംവഹനത്തിന് സഹായകമായ പ്രക്രിയകളാണ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഡിഫ്യൂഷനും ഓസ്മോസിസും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു. സാമ്യത എന്താണ്? രണ്ടും ഗാഢതാക്രമത്തിന് അനുകൂല, അതായത് ഗാഢത അനുസരിച്ചിട്ടാണ് ഡിഫ്യൂഷനും ഓസ്മോസിസും പ്രവർത്തിക്കുന്നത്. രണ്ടിലും ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നില്ല. വ്യത്യാസം ചോദിക്കുവാണെങ്കിൽ പദാർത്ഥ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങുന്നതാണ് ഡിഫ്യൂഷൻ. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർത്ഥധാര്യ സ്ഥലത്തിലൂടെ നീങ്ങുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ പദാർത്ഥ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോൾ അത് ഡിഫ്യൂഷനും, ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർത്ഥധാര്യ സ്ഥലത്തിലൂടെ നീങ്ങുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ പ്രത്യേകത എന്ത്? പദാർത്ഥ തന്മാത്രകൾ പ്രോട്ടീൻ തന്മാത്രയുടെ സഹായത്തോടെ നീങ്ങുന്നതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പദാർത്ഥ തന്മാത്രകൾ പ്രോട്ടീൻ തന്മാത്രയുടെ സഹായത്തോടെ നീങ്ങുന്നെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ചിത്രം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിട്ടുള്ള ഉത്തരം എഴുതുക. ജസ്റ്റ് നോക്കി പോവാം. ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വില്ലസുകളാണ്. വില്ലസുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? ചെറുകുടലിലാണ് കാണപ്പെടുന്നത്. രക്തലോമികയിലേക്ക് ആഗിരണം ചെയ്യുന്ന 2 ലഘു ഘടകങ്ങൾ ഏതെല്ലാം? ഫ്രക്ടോസ് എഴുതാം, ഗാലക്ടോസ് എഴുതാം, ഗ്ലൂക്കോസ് എഴുതാം, അമിനോ ആസിഡ് എഴുതാം. ഇവിടെ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് സംഭവം. ഇതെന്താണ്? ഇത്
ലാക്റ്റിയൽസ് ആണ്. ഈ ലാക്റ്റിയൽസിൽ എന്താണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. രക്തലോമികകളാണ് മറ്റ് ചെറുഘടകങ്ങളായ ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡിനെയൊക്കെ ആഗിരണം ചെയ്യുന്നത്. ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളും മാത്രം ലാക്റ്റിയൽസ് ആണ് ആഗിരണം ചെയ്യുന്നത്. തന്നിരിക്കുന്ന ചിത്രീകരണം വിട്ടുപോയ ഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക. അതിനെക്കാട്ടിലും താഴോട്ടുള്ള ആൻസർ എഴുതിയാൽ മതി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് ഈ ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ ഈ പഠിച്ചു വെച്ചിരുന്നാൽ മതി. പട്ടിക എ കോളത്തിനനുസരിച്ച് BC കോളങ്ങളിലെ വസ്തുതകൾ ക്രമപ്പെടുത്തി എഴുതുക. വായുണ്ട്. വായ്ക്കകത്ത് ഏതാണുള്ളത്? സലൈവറി അമിലേസ് ആണ് ഉണ്ടാകുന്നത്. ഇത് അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഏത്? വായ. അടുത്തത് ആമാശയത്തിന്റെ രാസാഗ്നിയാണ് പെപ്സിൻ. പ്രോട്ടീനിനെ ഭാഗികമായിട്ട് പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് പെപ്സിൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് പക്വാശയം. പാൻക്രിയാറ്റിക് ലിപ്പേസ് പക്വാശയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പക്വാശയം ഉത്പാദിപ്പിക്കുന്ന രാസാഗ്നിയാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഇത് കൊഴുപ്പിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാക്കി മാറ്റുന്നു. കൊഴുപ്പിനെ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാക്കി മാറ്റുന്നത് ഏതാണ്? അത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. അടുത്തത് മനുഷ്യദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഈ പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. 1. ഉമിനീർ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ഉമിനീര്. ഇതിനകത്തുള്ള രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. പ്രവർത്തനം എന്താണ്? അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അടുത്തത് ആമാശയ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്നതാണ് ആമാശയരസം. ഇവിടെ പെപ്സ് ആണ് രാസാഗ്നി. പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. അടുത്തത് ആഗ്നേയ ഗ്രന്ഥി. എന്താണ് ആഗ്നേയ ഗ്രന്ഥി? ആഗ്നേയ രസത്തെയാണ് ഉത്പാദിപ്പിക്കുന്നത്. ഇതിനകത്തുള്ള രാസാഗ്നിയാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നതാണ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. അടുത്തത് പ്രസ്താവന വിലയിരുത്തി ചുവടെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ലഘുഘടകങ്ങളുടെ ആഗിരണത്തിന് ചെറുകുടലിന്റെ ആന്തരഘടന അനുയോജ്യമാണ്. ലഘുഘടകങ്ങളുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ചെറുകുടലിന്റെ ഭാഗം ഏതാണ്? ഓൾറെഡി പറഞ്ഞു, വില്ലസുകളാണ്. ഇവ ആഗിരണ പ്രക്രിയയെ സഹായിക്കുന്നത് എങ്ങനെ? ഫാറ്റി ആസിഡും ഗ്ലിസറോളും വില്ലസിന്റെ ഭാഗമായ ലാക്ടേസിലേക്കും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തലോമികളിലേക്കുമാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. അടുത്തത്, ഇവയിലുള്ള ലിംബ് ലോമികളിലേക്കും രക്തലോമികളിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്ന ലഘുഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടേസിലേക്കും, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലേക്കും പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഈ ചിത്രം പകർത്തി വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏത്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. വെള്ള നിറത്തിലുള്ള കടുപ്പമുള്ള ഭാഗത്തിനെയാണ് ഇനാമൽ എന്ന് വിളിക്കുന്നത്. പല്ലിനെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റം. മറക്കരുത്, ഈ 3 പാർട്ടും PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻഡൈലാണ്. വെള്ള നിറത്തിലുള്ള കടുപ്പമേറിയ ഭാഗമാണ് ഇനാമല്. പല്ലിനെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റം. അടുത്ത ചോദ്യം, ഉമിനീരിലെ ഘടകങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് A, B എന്നിവ പൂർത്തിയാക്കുക. നമുക്ക് ഈ പിക്ചർ എന്താണെന്ന് പഠിച്ചു വെക്കാം. നമുക്കറിയാം ഉമിനീറാണ്. ഉമിനീരിൽ എന്തുണ്ട്? സലൈവറി അമിലേസ് ഉണ്ട്. ഇത് എന്ത് ചെയ്യും? അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഇനി ലൈസോസോം രാസാഗ്നിയുണ്ട്. ഇത് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പൊ ഉമിനീരിലുള്ള മറ്റൊരു രാസാഗ്നിയാണ് ലൈസോസോം രാസാഗ്നി. ഈ ലൈസോസോം രാസാഗ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലൈസോസോം രാസാഗ്നിയാണ്. ഇനി ഉമിനീരിലുള്ള മറ്റൊരെണ്ണമാണ് എന്ത്? ശ്ലേഷ്മം. കുഴമ്പ് രൂപത്തിലാക്കുന്നത്, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനെ കുഴമ്പ് രൂപത്തിലാക്കുന്നത് ശ്ലേഷ്മമാണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. വായിലും ആമാശയത്തിലും വെച്ചാണ് ഭക്ഷണത്തിലെ രോഗാണുക്കൾ ഒരു പരിധിവരെ നശിപ്പിക്കപ്പെടുന്നത്. ഇത് അതായത് വായുവിൽ ഉത്പാദിപ്പിക്കുന്ന ഉമിനീരിലെ ലൈസോസൈം എന്ന ആ ഒരു വേർഡ് ശ്രദ്ധിച്ചു പഠിക്കുക. ലൈസോസൈം ആണ് നമ്മുടെ
ഉമിനീരിലുള്ളത്. അപ്പോൾ ലൈസോസൈം എന്ന എൻസൈമും രസത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയോ തെറ്റോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഇതായിരിക്കും: വായു ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിലെ ലൈസോസോം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. രണ്ടാമത്തത് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പൊ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിപ്പിക്കുന്നത് ഏത് അസുഖമാണ്? എപ്പോഴും ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എന്ത് ചെയ്യുന്നത്, ബാധിക്കുന്നത്. ഇത്തരം രോഗങ്ങൾ വ്യാപകമാകാനുള്ള കാരണം എന്താണ്? ഫാസ്റ്റ് ഫുഡ് ശീലവും വ്യായാമ കുറവുമാണ്. ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ കോളത്തിനനുസരിച്ച് BC കോളങ്ങൾ ക്രമീകരിക്കുക. ഫസ്റ്റ് ഡിഫ്യൂഷൻ. നമുക്ക് ആൻസർ പഠിച്ചാൽ മതി, ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ചലിക്കുന്നതാണ് ഡിഫ്യൂഷൻ എന്നത്. ഓക്കെ, അത് എന്താണ്? രക്തലോമികകളിലേക്കുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയുടെ ആഗിരണം ഏത് വഴിയാണ്? ഈ ഡിഫ്യൂഷൻ വഴിയാണ് സംഭവിക്കുന്നത്. അപ്പൊ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് സ്വയമേ ചലിക്കുന്നെങ്കിൽ അതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം ഏതാണ്? രക്തലോമികളിലേക്കുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയുടെ ആഗിരണമാണ്. അടുത്തത് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? ജലതന്മാത്രകളാണ് ഓസ്മോസിസിൽ വരുന്നത്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ ചലിക്കുന്നെങ്കിൽ അത് ഓസ്മോസിസ് ആണ്. ഓസ്മോസിസിന് ഉദാഹരണം നമ്മുടെ ശരീരത്തിൽ ഏതാണ്? ചെറുകുടലിലെ ജലത്തിന്റെ ആഗിരണം ഓസ്മോസിസ് വഴിയാണ് സംഭവിക്കുന്നത്. അടുത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്? അത് പ്രോട്ടീന്റെ സഹായത്തോടെ, അതായത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താൽ നടക്കുന്ന സംവഹനമാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ഏതാണ് ഉദാഹരണം? ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് ലാക്റ്റിയലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആഗിരണമാണ്. ലാക്റ്റിയലുകളിലേക്കുള്ള ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറിന്റെയും ആഗിരണമാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉദാഹരണം. അടുത്തത് എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാൽ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകളെ ഊർജ്ജം ഉപയോഗിച്ച് ആഗിരണം ചെയ്യുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകളെ ഊർജ്ജം ഉപയോഗിച്ച് ആഗിരണം ചെയ്യുന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഏത് പറയും? രക്തരോമുകളിലേക്കുള്ള ലവണങ്ങളുടെ ആഗിരണമാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് ഉദാഹരണം. രക്തലോമികകളിലേക്കുള്ള ലവണങ്ങളുടെ ആഗിരണം. ക്ലിയർ ആയല്ലോ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിഫ്യൂഷനും ഓസ്മോസിസും ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നിർത്താം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു SCERT ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കാണാം. പ്രസ്താവന ചോദ്യങ്ങൾ ഒത്തിരി ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വന്നിരിക്കുന്നത് നമ്മുടെ SCERT ക്വസ്റ്റ്യൻ ബോർഡിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ LDC മെയിൻസ് എക്സാമിനും മുന്നേ തന്നെ നമ്മുടെ SCERT ക്വസ്റ്റ്യൻ ബോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.